വിഷുക്കെ ആയി കഴിഞ്ഞാൽ കണിക്കൊന്ന മസ്റ്റാണല്ലേ. അപ്പോൾ അതാ ഒറിജിനൽ കണിക്കൊന്ന പോലെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതാ പേപ്പർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പക്ഷേ അതിനേക്കാൾ എളുപ്പമായിട്ട് ഒരു കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. നല്ല തുണി കൊണ്ടുള്ള ഒരു യെല്ലോ കവർ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ സിമ്പിളായിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കി കൊടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരുമിച്ച് മടക്കിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതാ ഓരോ ഹോളായിട്ട് ഇത്രയും ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നല്ല രസം പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ. ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഹോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ തുണി കൊണ്ടുള്ള കവറല്ലേ. അപ്പോൾ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണിക്കൊന്ന പോകും. ഇനി ഇതെല്ലാം കൂടി ഈ പ്ലാസ്റ്റിക് കയറിൽ നമ്മളൊന്ന് കോർത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആ കയറിൻ്റെ പിരികളൊക്കെ ഒന്ന് ഞാനിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു തിൻ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫ്ലവേഴ്സ് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇതാ ഒരു കൊല പോലെയൊക്കെ നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഫീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് നിൽക്കും. പിന്നെ ഇതാ ഇതുപോലെ ഒരു ഗ്രീൻ കളർ ലീഫും കൂടി വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് അറ്റം ഭാഗം കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിത് അതിൻ്റെ അടിഭാഗത്ത് കൂടിയിട്ട് ഒരു യെല്ലോ കളർ ബീഡ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വയറൊക്കെ നമ്മളൊന്ന് ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തു. ഗ്രീൻ കളർ ത്രെഡ് ഉണ്ടെങ്കിൽ അതായിരുന്നു എളുപ്പം. പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ല. അപ്പോൾ ഉള്ള സാധനം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു കണിക്കൊന്നത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു യെല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ്. അപ്പോൾ എങ്ങനെ ലൈക്ക് അടി